Good morning. Welcome to +1 Politics class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ FPTP സിസ്റ്റം എന്താണ് എന്നും PR സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് നമ്മൾ PR സിസ്റ്റത്തിൻ്റെ രണ്ട് മുഖ്യ ഘടകങ്ങളെക്കുറിച്ച് വിഭാഗങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. PR സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടിൻ്റെ എണ്ണമനുസരിച്ച് പാർലമെൻറ്റിൽ പ്രതിനിധികളെ ലഭിക്കുന്ന സിസ്റ്റമാണ് PR സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് രണ്ട് വിഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തത് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അഥവാ ഹെയർ വ്യവസ്ഥ. ഇംഗ്ലീഷുകാരനായ തോമസ് ഹെയർ 1851 മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന കൃതിയിലാണ് ഈ വ്യവസ്ഥ നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹെയർ വ്യവസ്ഥ എന്ന് പറയുന്നത്. പിന്നീട് ദി ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്ന കൃതിയിൽ അദ്ദേഹം ഇതിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുണ്ടായി. ഡെൻമാർക്കിൽ ഇതേ വ്യവസ്ഥയ്ക്ക് ആൻട്രി വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുന്നതിൽ വോട്ടർമാർ മുൻഗണന കാണിക്കുന്നതിനാൽ ഈ വ്യവസ്ഥയെ മുൻഗണനാ വ്യവസ്ഥ എന്നും വിളിക്കാറുണ്ട്. ജെ സ്മിൽ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് എന്ന പുസ്തകത്തിൽ ഈ PR വ്യവസ്ഥയെ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലെ ഹെയർ വ്യവസ്ഥയെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രയോഗത്തിലും സിദ്ധാന്തത്തിലും ഇന്നോളം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും നല്ല സിസ്റ്റമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഓരോ ന്യൂനപക്ഷ വിഭാഗത്തിനും അതിൻ്റെ വോട്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് പ്രാതിനിധ്യം ലഭിക്കും എന്നതാണ് ഈ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട തത്വം. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഒന്നാമത്തെ രീതിയായ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയ്ക്ക് 4 ഘട്ടങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകളാണുള്ളത്. ഒന്ന് ബഹുഅംഗ നിയോജക മണ്ഡലം, രണ്ടാമത്തേത് ആനുപാതികമായ പങ്ക് അല്ലെങ്കിൽ കോട്ട, 3 ഫലപ്രദമായ വോട്ട് മുൻഗണനകൾ രേഖപ്പെടുത്തൽ, 4 വോട്ടുകൾ കൈമാറ്റം ചെയ്യൽ എന്നിങ്ങനെയാണ്. നമ്മുടെ FPTP സിസ്റ്റത്തിൽ നമ്മൾ വോട്ട് ചെയ്യുന്നു, വോട്ടെണ്ണുന്നു, ജയിക്കുന്നു എന്നതിൽ നിന്ന് മാറി ചില പ്രത്യേകമായ ഘട്ടങ്ങളിലൂടെയാണ് ഈ വ്യവസ്ഥ കടന്നു പോകുന്നത്. നമുക്ക് ഓരോ ഘട്ടങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തേത് ബഹുഅംഗ നിയോജക മണ്ഡലം, മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി. ഒരു സമയം 3 അതിൽ കൂടുതലോ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാവുന്ന നിയോജക മണ്ഡലങ്ങൾക്കാണ് ബഹുഅംഗ നിയോജക മണ്ഡലം എന്ന് പറയുക. ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒരു വോട്ടെടുപ്പിലൂടെ 3 അതിലോ അധികമോ ആളുകളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. സീറ്റുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് എത്ര ആളുകളാണെങ്കിലും ഒരു വോട്ടർക്ക് ഒരു ഫലപ്രദമായ വോട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ഘട്ടം പരിശോധിക്കാം. കോട്ട അല്ലെങ്കിൽ ആനുപാതികമായ പങ്ക്. ഒരു സീറ്റിൽ നിന്ന് തന്നെ 3-ലധികം സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോൾ ഓരോ സ്ഥാനാർത്ഥിക്കും ജയിക്കാൻ ആവശ്യമായ വോട്ടിൻ്റെ എണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കണമെങ്കിൽ സ്ഥാനാർത്ഥിക്ക് വോട്ടുകളുടെ ആനുപാതികമായ ഒരു പങ്ക് ലഭിച്ചിരിക്കണം. അതിനെയാണ് കോട്ട എന്ന് പറയുന്നത്. അതായത് സ്ഥാനാർത്ഥി ജയിക്കുന്നതിനാവശ്യമായ വോട്ടുകളുടെ എണ്ണം. ഇത് 2 തരത്തിലുണ്ട്. സിമ്പിൾ കോട്ടയുമുണ്ട്, ഡ്രൂഫ് കോട്ടയുമുണ്ട്. സിമ്പിൾ കോട്ട എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. ആകെ ചെയ്തിട്ടുള്ള വോട്ടുകളുടെ എണ്ണത്തെ എത്ര അംഗങ്ങളെയാണോ തിരഞ്ഞെടുക്കേണ്ടത് ആ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ. 10,000 വോട്ടർമാരുണ്ട്, 5 പേരെ തിരഞ്ഞെടുക്കണമെങ്കിൽ 10,000 ഹരിക്കണം 5, അപ്പോൾ കോട്ട എന്ന് പറയുന്നത് 2000. ഇനി മറ്റൊരു കോട്ടയാണ് ഡ്രൂഫ് കോട്ട. കോട്ട കണ്ടെത്തുന്നതിന് 1881 ഡ്രൂഫ് എന്ന തത്വചിന്തകൻ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയാണിത്. ഇവിടെ മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തെ തിരഞ്ഞെടുക്കപ്പെടേണ്ട സീറ്റുകളുടെ എണ്ണത്തോട് 1 കൂട്ടി ഹരിക്കുകയും
ആ ഹരണഫലത്തോട് 1 കൂട്ടിയുമാണ് കോട്ട നിശ്ചയിക്കുന്നത്. 5000 ആണ് വോട്ട്, 4 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എങ്കിൽ 5000 ഹരിക്കണം 4 + 1, ആ ഉത്തരത്തോടു കൂടി 1 കൂട്ടുന്നു. അപ്പോൾ കോട്ട 1001 ആയിരിക്കും. ഈ രീതിയിലും കോട്ട കണക്കാക്കാം. ഇനി മൂന്നാമത്തേത്, ഒരു ഫലപ്രദമായ വോട്ട് മുൻഗണന രേഖപ്പെടുത്തലും. 1 എഫക്റ്റീവ് വോട്ട് ആൻഡ് മാർക്കിംഗ് ഓഫ് പ്രിഫറൻസ്. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വോട്ടർക്ക് ലഭിക്കുന്ന ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തന്നെയാണ് അവിടെ ലഭിക്കുന്നത്. ABCDEF ഇതൊക്കെ സ്ഥാനാർത്ഥികളാണ്. അവിടെ വോട്ട് ചെയ്യുന്നത് ഒരു വോട്ടർക്ക് ഫലപ്രദമായ ഒരു വോട്ട് ചെയ്യുന്നു. എന്നാൽ അയാൾക്ക് മുൻഗണനകൾ അവിടെ സൂചിപ്പിക്കാം. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നമുക്കറിയാം, B എന്ന സ്ഥാനാർത്ഥിക്കാണ് ഇവിടെ ഈ വോട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ B എന്ന സ്ഥാനാർത്ഥിക്ക് ഈ വോട്ട് ആവശ്യമാവാതെ വരികയാണെങ്കിൽ ആ രണ്ടാമതായിട്ട് ഈ വോട്ട് ആർക്ക് കൊടുക്കാം? Aക്ക് കൊടുക്കാം. A എന്ന സ്ഥാനാർത്ഥിക്ക് ഈ വോട്ട് ആവശ്യമാവാതെ വരുന്നുവെങ്കിൽ Cക്ക് കൊടുക്കാം. Cക്കും ഈ വോട്ട് ആവശ്യമില്ലെങ്കിൽ Dക്ക് കൊടുക്കാമെന്ന രീതിയിലാണ്. അതാണ് ഫലപ്രദമായ ഒരു വോട്ട് മുൻഗണനകൾ രേഖപ്പെടുത്തലും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വോട്ടുകളുടെ കൈമാറ്റം. വോട്ടെടുപ്പിന് ശേഷം വോട്ടെണ്ണൽ തുടങ്ങുന്നു. ആദ്യം എല്ലാവരും ഒന്നാമത്തെ വോട്ടാണ് എണ്ണുന്നത്. ഓരോ സ്ഥാനാർത്ഥിയും ആർക്കാണോ ആദ്യ വോട്ട് ഓരോ വോട്ടറും ആർക്കാണോ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത് അതാണ് എണ്ണുന്നത്. കോട്ട എണ്ണം വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിശ്ചിത എണ്ണം സ്ഥാനാർത്ഥികൾ കോട്ട നേടിയിട്ടില്ലെങ്കിൽ, അതായത് തിരഞ്ഞെടുക്കപ്പെടേണ്ട മുഴുവൻ മെമ്പർമാരും ജയിച്ചിട്ടില്ലെങ്കിൽ, ബാക്കിയുള്ള സീറ്റുകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഈ വോട്ടർമാരുടെ രണ്ടാമത്തെ മുൻഗണനാ വോട്ടുകൾ പരിഗണിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ മിച്ച വോട്ടുകൾ കൈമാറിയ ശേഷവും നിശ്ചിത എണ്ണം സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടില്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് നേടിയ സ്ഥാനാർത്ഥിയെ ഡിലീറ്റ് ചെയ്യുകയും അയാൾക്ക് കിട്ടിയ ബാലറ്റ് പേപ്പറിലെ വോട്ടുകൾ മറ്റ് മുൻഗണനകൾ പ്രകാരം കൂടുതൽ വോട്ട് കിട്ടിയ ആൾക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ന്യൂനപക്ഷത്തിനും പ്രാതിനിധ്യം ഇവിടെ ഉറപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം, ഈച്ച് പാർട്ടി ഈസ് അലോട്ടഡ് ദ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ പാർലമെൻറ്റ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ഇറ്റ്സ് ഷെയർ ഓഫ് വോട്ട്സ്. There are two main varieties of this type which was discussed last class. One is single transferable vote system or hair system, and second one list system. First of all, let's discuss what is single transferable vote system or hair system. Single transferable system is used in Ireland, South Africa, Canada, etc. In India, this system is used in election of the member to the Rajya Sabha. Hare system is associated with the name of Thomas Hare, an Englishman who suggested this system in his Machinery of Representation in 1851. Later, he explained this system in his famous work, The Election of Representatives. In Denmark, this system is called the Andrew system. It is also called preferential system because of the preference which a voter required to give to the candidate. J.S. Mill, in his representative government, supported this system and calls it one of the very greatest improvement yet made in the theory and practice of the government. The principle underlying the system of proportional representation by means of single transferable vote system is that every minority group should get representation in the legislature in accordance with its voting share. There are 4 essential characteristics of this system. They are multi-member constituency, the quota, one effective vote and marking of preferences, and the transfer of votes. Let's discuss each stages. First stage, multi-member constituency. In this system, multi-member constituency is essential. Multi-member constituency means
three or more candidates are elected at the same time from a constituency, whatever be the number of seats, each voter has only one effective vote. Then quota. Second stage, quota. To be declared, every candidate requires to obtain certain quota of votes. Quota represents the number of votes necessary for the candidate to win. There are two types of quota. One is simple quota and proof quota. Simple quota means divide the number of votes cast by number of seats to be elected and quotient is taken as the quota. For example, 10,000 voters are there, number of seats are 5, then what may be the quota? 10,000 divided by 2 is equal to the quota. In 1881, Drew suggested his own method of finding out the quota. The quota is determined by dividing the number of valid votes cast by one more than the number of seats to be filled and adding 1 to the result. For example, the number of valid votes are 5,000, the number of seats 4, then what about the quota according to Drew? 5,000 divided by 4 plus 1 plus 1, that is 1,001 is the quota. One effective vote and marking of preferences. Look to the ballot. There are number of candidates are there, but the voter has only one vote, but he may indicate his preference for each candidate besides his first vote. The voter has to mark 4 preferences, that is 1, 2, 3, 4 against the candidate. Here the voter cast his vote for B. Then he marked his preferences A, C, D. Then transfer of votes. After the poll, the counting process begins. To begin with, the first preference of votes are counted. The candidate who reaches the quota is declared elected. It may, however, be found that all seats have not been filled, as sufficient number of candidates have not secured the required quota, taking the second choice of the voter fill in remaining seats. The method of transfer of votes in excess of the quota goes on till the required number of seats is filled. Required number of candidates fail to secure the quota. After the surplus votes of the elected candidates are transferred to others, next another process will be used. The candidate with the least number of votes is eliminated and his votes are transferred to the candidate in accordance with the preference expressed in the ballot paper. ലിസ്റ്റ് വ്യവസ്ഥ ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ മറ്റൊരു രൂപമാണ് ലിസ്റ്റ് വ്യവസ്ഥ. യൂറോപ്പിലാണ് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഇതിനും ബഹുവാംഗ നിയോജക മണ്ഡലം വേണം. ഒരു വ്യത്യാസമുള്ളത്, ഇവിടെ സീറ്റുകളുടെ എണ്ണത്തിന് പകരമായി പാർട്ടികൾ സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. ഓരോ വോട്ടറും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ലിസ്റ്റിനാണ് വോട്ട് ചെയ്യുന്നത്. ലിസ്റ്റിന് ലഭിച്ച വോട്ടുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ വിഭജിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും കോട്ട ആവശ്യമാണ്. സിമ്പിൾ കോട്ടയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. എല്ലാ സീറ്റുകളിലും ആൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സീറ്റുകൾ ഭാഗികമായ മിച്ചം ഏറ്റവും കൂടുതലുള്ള കക്ഷിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത നിയോജക മണ്ഡലത്തിലെ കക്ഷി നേടിയ വോട്ടുകളുടെ ഭാഗികമായ മിച്ചം കൂട്ടിച്ചേർത്തുകൊണ്ട് കക്ഷിക്ക് വോട്ടുകളുടെ കുറവ് ഇവിടെ നികത്താവുന്നതാണ്. ഒരു ഉദാഹരണം നോക്കാം. നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട സീറ്റുകൾ 6 വോട്ടുകൾ 60,000 കോട്ട 10,000 എ കക്ഷിക്ക് 33,000 വോട്ട് കിട്ടി, ബി കക്ഷിക്ക് 21,000 വോട്ട് കിട്ടി, സി കക്ഷിക്ക് 6,000 വോട്ട് കിട്ടി. ഇവിടെ 3 സീറ്റുകൾ എ കക്ഷിക്ക് കിട്ടും. എ കക്ഷി 3 സീറ്റുകളും ബി കക്ഷി 2 സീറ്റുകളും സി കക്ഷി 1 സീറ്റും ഇല്ല. ഇവിടെ സി കക്ഷിക്ക് സീറ്റില്ല, കാരണം 6,000 സീറ്റ് വോട്ടേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 6 സീറ്റ് തികഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് അടുത്ത നിയോജക മണ്ഡലത്തിൽ നിന്ന് മിച്ചം വെച്ചുകൊണ്ട് ഈ സീറ്റ് ഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ രീതിയിൽ സീറ്റുകൾ തീർപ്പാക്കുന്ന ഒരു രീതിയാണിത്. ലിസ്റ്റ് സിസ്റ്റം ഈസ് അനദർ ഫോം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ കോണ്ടിനെൻറ്റ് ഓഫ് യൂറോപ്പ്. List system also requires multi-member constituency. Every party prepares a list of candidates equal to the number of seats to be filled. Voter casts his vote for the list prepared by the party. Then the seats divided in proportion of the number of votes acquired by each list. Quota is required. Here the symbol quota is used. If all the seats are not filled up, the party having the largest fractional surplus gets the remaining seats. The party can make the deficiency of adding the fractional surplus of votes acquired by the party with the adjacent constituency. For example, seats to be filled in constituency 6, voters polled 6,000, quota is 10,000. A party is acquired 33,000 votes. B party is acquired 21,000 votes. C party is acquired 6,000 votes. The party A is entitled to 3 seats, party B 2 seats, and party C gets no seats. The remaining seats goes to party A as it has the largest fractional surplus of votes, 3,000. In the list system, transfer of fractional surplus of votes from the adjacent constituency is also followed. There are 2 forms of list under list system: bound list and free list. In a bound list, the party has determined the order in which the name of its candidate have been presented on the ballot. The voter is to follow the order of preference determined by the party. The free list system allows the voter to indicate his own preference among his own party candidates. ഇവിടെ 2 തരത്തിലുള്ള ലിസ്റ്റ് ഉണ്ട്. ഒന്ന് ഫ്രീ ലിസ്റ്റാണ്. ഫ്രീ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിനകത്ത് എഴുതിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നിന്ന് ആ പാർട്ടിക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാം. അവരെല്ലാവർക്കും ജയിക്കാൻ ആവശ്യമായ വോട്ട് കിട്ടില്ല. ഒരു 3 പേരെയാണെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് എവിടെ നിന്നും ഇഷ്ടമുള്ള ആളുകളെ ആ പാർട്ടിക്ക് തിരഞ്ഞെടുക്കാം. ഇത് ഫ്രീ ലിസ്റ്റാണ്. എന്നാൽ ബൗണ്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് ആദ്യം 1ാമത് എഴുതിയ ആളെ മാത്രമേ തിരഞ്ഞെടുക്കാനാവൂ, പിന്നെ 2, പിന്നെ 3 ഈ രീതിയിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ നിന്ന് നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ FPTP രാജ്യം മുഴുവൻ നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി ചെറിയ ഘടകങ്ങളായി വിഭജിക്കുന്നു. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഭൂമിശാസ്ത്രപരമായി ഒരു വലിയ പ്രദേശത്തെ ഒറ്റ മണ്ഡലമായി പരിഗണിക്കുന്നു. ചിലപ്പോൾ ഒരു രാജ്യം മുഴുവൻ തന്നെ ഒരു നിയോജക മണ്ഡലമായി പരിഗണിക്കപ്പെടാം. രണ്ടാമത്തത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെങ്കിൽ FPTP വ്യവസ്ഥയിൽ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ മാത്രമേ തിരഞ്ഞെടുക്കുന്നുള്ളൂ. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. 3. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ വോട്ടർക്ക് ഒരു വോട്ട് മാത്രമാണ് ഉണ്ടാവുന്നത്. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ സമ്മതിദായകർ ഒരു വോട്ടാണ് ചെയ്യുന്നതെങ്കിലും അവർക്ക് മുൻഗണനകൾ രേഖപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. 4. ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഈ വ്യവസ്ഥ അനുസരിച്ച് കിട്ടാം, FPTP വ്യവസ്ഥ അനുസരിച്ച്. എന്നാൽ PR സിസ്റ്റം അനുസരിച്ച് സീറ്റുകളുടെ എണ്ണം അനുസരിച്ച് മാത്രമേ, വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായി മാത്രമേ സീറ്റുകൾ ലഭിക്കുകയുള്ളൂ. ലാസ്റ്റ് 1. ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും സ്ഥാനാർത്ഥിക്ക് ജയിക്കാം. മൊത്തത്തിൽ പോൾ ചെയ്ത 50% കൂടുതൽ വോട്ട് കിട്ടിയിട്ടില്ലെങ്കിലും അവിടെ ജയിക്കുന്നു. ഈ സിസ്റ്റം ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് UK, അതേപോലെ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ. തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് കിട്ടിയിരിക്കും. അതായത് നിശ്ചിത സംഖ്യ കോട്ട വോട്ടുകൾ കിട്ടുന്നവർ മാത്രമേ ജയിക്കുന്നുള്ളൂ. ഈ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇസ്രായേൽ, നെതർലാൻഡ്. കമ്പാരിസൺ ഓഫ് FPTP ആൻഡ് PR സിസ്റ്റം. In
FPTP system, the country is divided into small geographical units called single member constituencies. In PR system, constituencies are large geographical areas. Sometimes the entire country may be a single constituency, which is known as multi-member constituency. Second one, under FPTP system, one representative is elected from each constituency, but in PR system, more than one representative may be elected from one constituency. Then third one, the voters vote for the candidate in FPTP system, but in PR system, voters vote for a party. Then fourth one, a party may get proportionately more seats than the votes under FPTP system, but in PR system, each party gets seats in proportion to the percentage of votes that it gets. Last one, candidate who wins the election may not get the majority of votes. But in PR system, candidate who wins gets a majority of votes according to its quota. Then countries like India and England are practicing FPTP system, but a PR system used in Israel, Netherlands, etc. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇവിടെ ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദി സ്റ്റേജസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം. STV സിസ്റ്റത്തിൻ്റെ ഘട്ടങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. STV സിസ്റ്റത്തിൻ്റെ ഘട്ടങ്ങൾ വിശദീകരിക്കുക. രണ്ടാമത്തത്, റൈറ്റ് അബൌട്ട് ലിസ്റ്റ് സിസ്റ്റം. ലിസ്റ്റ് വ്യവസ്ഥയെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. അവസാനത്തെ ക്വസ്റ്റ്യൻ, കമ്പയർ FPTP സിസ്റ്റം ആൻഡ് PR സിസ്റ്റം. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും കാര്യങ്ങൾ ഇത് എനിക്ക് അയച്ചു തരിക. നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ watching this video. Have a nice day.